ഹായ് എവരി വൺ. നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ബിസിനസ്സിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയാം. സോ നമുക്കിനി എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, വൺസ് അഗൈൻ എല്ലാവരെയും ഞാൻ നിയോ ഹോം ട്യൂഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ആപ്പിൽ ടൂളുള്ള ഒരു ആപ്പിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് എന്ത്, ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. നമ്മൾക്കറിയാം, നമ്മൾ വീഡിയോ ഇട്ടിരുന്നു 3 ലെവൽസ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും നമ്മൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട്, പ്രൊഫഷൻ, സയൻസ് അല്ലേ. നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണ്, സയൻസാണ്, പ്രൊഫഷനാണെന്നുള്ളത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളതും, അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെ കോർഡിനേഷനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ സയൻറ്റിഫിക് ടെക്നിക്ക് ഓഫ് മാനേജ്മെൻറ്റ്, സയൻറ്റിഫിക് ടെക്നിക്ക് ഓഫ് തിയറി ഓഫ് നോളേജ്, വെൽ ഡിഫൈൻഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, നമ്മൾ പറഞ്ഞല്ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദെൻ ഡയമെൻഷൻ ഓൺ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിന് ആവശ്യമുള്ള എലമെൻറ്റ്സ് എന്താണ്, അതുപോലെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ദെൻ ഇമ്പോർട്ടൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ ഇമ്പോർട്ടൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ദെൻ ഡിഫൈൻ പ്ലാനിങ് ആൻഡ് എക്സ്പ്ലെയിൻ സ്റ്റെപ്സ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, പ്ലാനിങ് ചാപ്റ്ററിൽ പ്ലാനിങ്ങും അതിൻ്റെ സ്റ്റെപ്സും നിർബന്ധമായി നിങ്ങൾ നോക്കേണ്ടത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻ, എന്തൊക്കെ പ്ലാനാണെന്നുള്ളത്. ദെൻ സ്റ്റെപ്സ് ഓഫ് ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സും നിങ്ങൾ നിർബന്ധം എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും അതും നിർബന്ധമാണ്, അതും എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അതേപോലെ അതിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും, ഡിവിഷൻ സ്ട്രക്ചറിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും പഠിച്ചിരിക്കണം. എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അതേപോലെ സ്റ്റെപ്സ് ഓഫ് സ്റ്റാഫിങ് ആൻഡ് സെലക്ഷൻ, സ്റ്റാഫിങ്ങും സെലക്ഷൻ്റെ സ്റ്റെപ്സ് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ദെൻ ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണ്, ആൻഡ് ഓൺ ദ ജോബ് എന്താണ്, ഓഫ് ദ ജോബ് എന്താണെന്നുള്ളത് കൂടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതേപോലെ സ്റ്റെപ്സ് ഓഫ് സ്റ്റാഫിങ് ആൻഡ് സെലക്ഷൻ നമ്മളെപ്പോഴേ പറഞ്ഞു, സ്റ്റാഫിങ്ങും അതിൻ്റെ സെലക്ഷനും പഠിച്ചിരിക്കണം. ദെൻ ഓൺ ദ ജോബ്, ഓഫ് ദ ജോബും നമ്മൾ നോക്കി. ദെൻ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, എന്തൊക്കെ റിക്രൂട്ട്മെൻറ്റാണ് ഉള്ളത്, അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. അതേപോലെ മാസ്ലോസ് ഹൈറാർക്കി തിയറി, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ തിയറി ആയിട്ട് ചോദിക്കുക. സോ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ.